ഹലോ ഫ്രണ്ട്സ്, ഇന്നും വന്നിരിക്കുന്നത് കുറച്ച് നല്ല നല്ല ടിപ്പുകളായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീട് ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുക അപ്പോൾ തന്നെ വാച്ച് ചെയ്യാനും പറ്റുകയുള്ളൂ. ആദ്യത്തെ ടിപ്പ് തക്കാളിയുടെ ടിപ്പാണ്. അപ്പം തക്കാളി കുറേ കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്ന് നോക്കാം. അപ്പം കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മൾ അതൊന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പം വാഷ് ചെയ്യുന്ന വെള്ളത്തിൽ കുറച്ച് വിനീഗർ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ നോക്കണം അതിൻ്റെ തക്കാളിയുടെ തൊലി എവിടെയെങ്കിലും ചതഞ്ഞിട്ടുണ്ടോ, കട്ടി ഉള്ളതുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ അഴുക്കായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെക്കണം. എന്നിട്ട് നല്ല ഫ്രഷായിട്ടുള്ള നല്ല തക്കാളി നോക്കി നമുക്ക് എടുക്കാം. അങ്ങനെ തക്കാളി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു ശകലം പോലും വെള്ളം കാണരുത്. അതുകൊണ്ട് ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഒരു തുണി നല്ല ക്ലോത്ത് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. തക്കാളിയുടെ ആ ഞെടുപ്പിൻ്റെ ഭാഗത്തായിരിക്കും വെള്ളം മോയ്സ്ചറൊക്കെ അബ്സോർവ് ചെയ്ത് പെട്ടെന്ന് അഴുക്കാകുന്നത്. നമുക്ക് അറിയാമല്ലോ, നമ്മൾ എപ്പോഴും എടുക്കുന്നത് നമ്മൾ കാണുന്നതായിരിക്കുമല്ലോ. അപ്പോഴേ ആ ഭാഗത്ത് നമുക്ക് ഞാനിവിടെ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ കോട്ട് ചെയ്ത് ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവിടെ അഴുക്കാത് വളരെ നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. അതുപോലെ ആ തക്കാളി ആണെങ്കിൽ ആ ഞെട്ടിൻ്റെ ഭാഗം കമത്തി ആ പാത്രത്തോട് ചേർന്ന് വരത്തക്ക രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ. അങ്ങനെ ആകുമ്പോൾ അത് അഴുക്കാകാതെ ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ കടയിലൊക്കെ പോയിട്ട് നമുക്ക് തേങ്ങയൊക്കെ ഇതുപോലെ പൊതിച്ച തേങ്ങയൊക്കെ എടുക്കേണ്ടി വരുമ്പോൾ നമ്മളൊന്ന് കുലുക്കി നോക്കിയിട്ട് വേണം എടുക്കാൻ. കുലുക്കി നോക്കുമ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും നല്ലൊരു തേങ്ങയായിരിക്കും. വെള്ളമൊന്നും ഇല്ലെങ്കിൽ അത് അഴുക്കായിട്ടുള്ള തേങ്ങയാണെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മൾ നാട്ടിലൊക്കെ പോയിട്ട് നമ്മൾ കേരളത്തിന് വെളിയിലോട്ട് പോകുന്ന സമയത്താണെങ്കിലോ അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിലോട്ട് വരുന്ന സമയത്താണെങ്കിലോ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ തേങ്ങ ചിലപ്പോൾ കൊണ്ടുവരുമായിരിക്കും. അങ്ങനെയൊക്കെയുള്ള സമയത്ത് അതുപോലെ കുലുക്കി നോക്കി നല്ല തേങ്ങ വെള്ളം നല്ല കുലുക്കമുള്ള തേങ്ങ വേണം നോക്കിയെടുക്കാൻ. അതുപോലെ അതിൻ്റെ ആ കണ്ണിൻ്റെ ഭാഗത്തെ ചകിരി കളയാതെ വേണം നമ്മളിതുപോലെ കുറേ നാൾ അങ്ങനെ വെച്ചാൽ കുറേ നാൾ അഴുക്കാകാതിരിക്കും. അതുപോലെ കുറേ തേങ്ങ നമ്മൾ ഇതുപോലെ പൊതിച്ച് സൂക്ഷിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നാട്ടിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ആ കണ്ണിൻ്റെ ഭാഗത്തെ ചകിരി കളയാതെ വെച്ചാൽ നമുക്കത് കുറേ നാൾ അഴുക്കാകാതെ തന്നെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ഫ്രൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ എണ്ണയാണെങ്കിൽ കളയാനായിട്ട് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ പാത്രം കഴുകുന്ന സിങ്കിൻ്റെ അകത്തോട്ട് ചിലപ്പോൾ ഒഴിക്കുമായിരിക്കും. അങ്ങനെ ഒഴിച്ചാൽ അത് ആ സിങ്കിനകത്ത് അത് ബ്ലോക്ക് ആകത്തേ ഉള്ളൂ. പിന്നീട് വേസ്റ്റൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ പാത്രം കഴിയുമ്പോൾ എന്തായാലും കുറേയൊക്കെ വേസ്റ്റ് അതിന് ഉള്ളിലോട്ട് ചെല്ലും. അങ്ങനെ ചെല്ലുമ്പോൾ ആ പൈപ്പ് അവിടെ അടഞ്ഞു പോകാനുള്ള സാധ്യതയേ വരികയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ പിന്നെ നമ്മൾ കളയുന്നത് വേസ്റ്റിനകത്തോട്ട് കളയായിരിക്കും. അപ്പോൾ ആ വേസ്റ്റിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്ന കവറിന് എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഹോള് മതി. അത് നമ്മൾ എടുത്തുകൊണ്ട് കളയുന്ന സമയത്ത് അവിടെ എല്ലാം ആ എണ്ണ ഒലിച്ചിറങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാനായിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കും. നമ്മൾ എന്തായാലും കാലിയായിട്ടുള്ള ചെറിയ കുപ്പികളൊക്കെ കാണും. ആ കുപ്പിക്കകത്ത് ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കുപ്പിക്കകത്ത് ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ വേസ്റ്റ് ബോക്സിനകത്ത് ഇടാവുന്നതാണ്. അപ്പോൾ അത് അവിടെ ആ കുപ്പിക്കകത്ത് ഇരുന്നോളും. അപ്പോൾ നമ്മൾ അത് ലീക്ക് ആകത്തില്ല. അപ്പോൾ ഞാൻ കുപ്പിക്കകത്തോട്ട് ഒഴിച്ചപ്പോൾ കുപ്പിയിൽ നിന്ന് എന്തായാലും ഒഴിക്കുമ്പോൾ ചെറിയ ലീക്ക് ഉണ്ടാകും, വെളിയിലോട്ട് വരും. അപ്പോൾ ഞാൻ അടിയിലൊരു അലുമിനിയം ഫോയിൽ കളറായിട്ടുള്ള ഒരു അലുമിനിയം ഫോയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ വെച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം അത് വെളിയിൽ പോകാതെ നമുക്ക് അത് വേസ്റ്റ് ബോക്സിനകത്ത് ഡയറക്റ്റ് കൊണ്ടിടാനും പറ്റും. ഒട്ടും ഒലിച്ചു പോകത്തില്ല. അടുത്ത നാലാമത്തെ ടിപ്പ്, 2 കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് പൊടിച്ചെടുത്തിട്ട് അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളമോടെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചൂടാക്കി തിളപ്പിച്ച് അതൊന്ന് അലിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് ആ വെള്ളം ആറാനായിട്ടൊന്ന് വെക്കുന്നുണ്ട്.
അപ്പോൾ ആ ശർക്കര പാനി അത് ഒന്ന് ആറിക്കഴിഞ്ഞിട്ട് ഒരു മഗ്ഗിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അത് നമ്മുടെ ക്ലോസറ്റിൽ കൊണ്ട് ഒഴിക്കുന്നുണ്ട്. അത് അങ്ങനെ ഒഴിക്കുന്നതിന് കാരണം എന്ന് വെച്ചാൽ ക്ലോസറ്റൊക്കെ ഇടയ്ക്ക് ബ്ലോക്ക് ആകാറുണ്ട്, അതുപോലെ തന്നെ ദുർഗന്ധമൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിന് കാരണം ആ സെപ്റ്റിക് ടാങ്കിലെ നാച്ചുറലായിട്ടുള്ള ബാക്ടീരിയ നശിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ വേസ്റ്റ് ഒന്നും വിഘടിച്ച് പോകുന്നില്ല. അപ്പോൾ നാച്ചുറലായിട്ടുള്ള ബാക്ടീരിയ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനാണ് ഇങ്ങനെ നമ്മൾ ശർക്കരപ്പാനി കലക്കി ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒരു 6 മാസത്തിലൊരിക്കൽ ഇങ്ങനെ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. നമ്മൾ ടോയ്ലറ്റൊക്കെ ചിലപ്പോൾ ഹാർഡായിട്ടുള്ള കെമിക്കൽ ഉപയോഗിച്ച് കഴുകുമ്പോൾ ആ സെപ്റ്റിക് ടാങ്കിൽ നാച്ചുറലായിട്ടുള്ള ബാക്ടീരിയ ഒക്കെ പെട്ടെന്ന് നശിച്ചു പോവുകയും ആ നാച്ചുറൽ ബാക്ടീരിയ ഉണ്ടെങ്കിൽ നമ്മുടെ ആ വേസ്റ്റൊക്കെ അത് പെട്ടെന്ന് വീടിച്ച് പോകാൻ സാധിക്കുകയുള്ളൂ. അത് ആ നാച്ചുറൽ ബാക്ടീരിയ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ ഇങ്ങനെ ഇടയ്ക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മുടെ കാസ്റ്റ് അയൺ പാത്രങ്ങൾ, അയൺ പാത്രങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അതിൽ തുരുമ്പ് പിടിക്കുന്നതായിട്ട് കാണാം. അങ്ങനെ തുരുമ്പൊക്കെ പിടിക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് അടുത്തത്. ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് മുള വന്നിട്ടുണ്ട്. എങ്ങനെയുള്ള ഉരുളക്കിഴങ്ങ് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഞാനത് ഹാഫായിട്ട് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. എടുത്തിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഉപയോഗിക്കുന്ന ഒരു പാൽപ്പച്ചട്ടിയാണ്. ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ കാണിക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ 1.5 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പൊട്ടറ്റോ വെച്ച് ഒന്ന് റൗണ്ടിലൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റബ്ബ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുമ്പം ആ പൊട്ടറ്റോയ്ക്കകത്ത് ഓക്സാലിക് ആസിഡും അതിൽ അയൺ പാത്രത്തിലെ ആ തുരുമ്പുമായിട്ട് ചേർന്നിട്ട് അത് പെട്ടെന്ന് അത് ഇളകി നന്നായിട്ട് വൃത്തിയായി ക്ലീനായി കിട്ടാനായിട്ട് സഹായിക്കും. ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊട്ടറ്റോ കൊണ്ട് ഒന്ന് റബ്ബ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ റബ്ബ് ചെയ്തെടുത്തിട്ട് ഇടയ്ക്ക് ഞാൻ 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തു. അങ്ങനെ ഉപ്പും കൂടെ കൂട്ടി ഒന്ന് റബ്ബ് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സാധാരണ നമ്മൾ വാഷ് ചെയ്യുന്ന പോലെ തന്നെ കഴുകിയെടുക്കുന്നുണ്ട്. ഉപ്പിന് പകരം നമുക്ക് ബേക്കിംഗ് സോഡയാണെങ്കിലും ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ കഴുകിയെടുത്തിട്ട് അതിലെ വെള്ളമെല്ലാം ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് ഗ്യാസ് അടുപ്പ് വെച്ചിട്ട് ഗ്യാസ് ഓണാക്കുന്നുണ്ട്. എന്നിട്ട് ആ തവ ആ ഇരുമ്പ് ചട്ടി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലോട്ട് ഒരു മുട്ട ഇട്ടൊന്ന് ചിക്കി പൊരിക്കുന്നുണ്ട്. ഈ ടിപ്സുകളെല്ലാം വളരെ യൂസ്ഫുൾ ആണെന്ന് ഞാൻ കരുതുന്നു. അത് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറന്നു പോകരുത്. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.